ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമത ഇതി ഖ്യാത ശിഷ്യശാഖാ സമന്വിതം ലിംഗചേദിശിഖാഹീന ശ്മശ്രുധാരി സദൂഷക ഉച്ചാലപി സർവഭക്ഷീ ഭവിഷ്യതി ജനമോം വിനകൗശലം ചവശവസ്തു ശ്യാം ഭക്ഷയാമധാമാം മുസലൈനൈനവ സംസ്കാരൈ കുശൈരീ ഭവവിശ്വതി. ഞാനിപ്പോൾ ചൊല്ലിയത് സംസ്കൃതത്തിലുള്ള ഒരു പ്രവാചക പ്രകീർത്തന കാവ്യമാണ്. ഇത് രചിച്ചത് വ്യാസമഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ ഭവിഷ്യൽ പുരാണത്തിൽ 3-ാം കാണ്ഡം 3-ാം പർവം 3-ാം അധ്യായത്തിലുള്ള ശ്ലോകങ്ങളാണിത്. ഭവിഷ്യൽ പുരാണം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുരാണം എന്നാണ് അർത്ഥം. അദ്ദേഹം ഇത് രചിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്താണ്. അദ്ദേഹം പ്രവാചകനെ കുറിച്ച് ലോകത്തോട് പാടി പഠിപ്പിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? മലയാളത്തോട് സാദൃശ്യമുള്ള ധാരാളം വാക്കുകൾ ഉള്ളതിനാൽ സംസ്കൃതം അറിയാത്തവർക്ക് പോലും ഭാഗികമായി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. ലോകം അക്രമത്തിൻ്റെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും സമുച്ചയമായ ഒരു ലോകമായി കഴിഞ്ഞാൽ ഈ ലോകത്തെ സംസ്കരിക്കുവാൻ വേണ്ടി മഹാമത ഇതിഖ്യാത, മുഹമ്മദ് എന്ന പേരിൽ വിഖ്യാതനായ ഒരു ലോകഗുരു ശിഷ്യശാഖാ സമന്വിതം അദ്ദേഹത്തിൻ്റെ അനുചരരോടൊപ്പം പ്രത്യക്ഷപ്പെടും. അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഒന്നൊന്നായി പറയുകയാണ്. അദ്ദേഹം ഒരു വിദേശിയായിരിക്കും, ഇന്ത്യക്കാരനായിരിക്കില്ല. മരുസ്ഥല നിവാസിനാം ത്രിപാശ്ചേവ മഹാദേവ മരുസ്ഥല നിവാസിനാം, ആ ലോകഗുരു മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. ഇത്രയും പറഞ്ഞതിനു ശേഷം പിന്നീട് ആ ലോകഗുരുവിൻ്റെ അനുയായികളുടെ ലക്ഷണങ്ങൾ പറയുകയാണ്. ലിംഗചേതി ശിഖാഹീന ശ്മശ്രുധാരി സദൂഷക, ചേലാകർമ്മം നിർവഹിക്കുന്ന ഒരു വിഭാഗമായിരിക്കും അവർ. അതുപോലെ ഉച്ചാലപി സർവഭക്ഷി ഭവിഷ്യതി ജനമോ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉച്ചസ്ഥലം ആഹ്വാനം ചെയ്യുന്നവരായിരിക്കും, അഥവാ ബാങ്ക് വിളിക്കുന്നവരായിരിക്കും. അവർ മാംസബുക്കുകളായിരിക്കും, പക്ഷേ പന്നിമാംസം അവർ ഭക്ഷിക്കുകയില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ വ്യാസമഹർഷി പറയുന്നു, മുസ്ലൈനൈനവ സംസ്കാരി, ഈ സംസ്കാരത്തിന് മുസ്ലിം സംസ്കാരം അഥവാ ഈ വിഭാഗത്തിന് മുസ്ലിങ്ങൾ എന്നാണ് പറയപ്പെടുക. പറഞ്ഞുകൊണ്ട് വ്യാസമഹർഷി പറയുന്നത്, ആ മഹാഗുരു ആവിർഭവിച്ചു കഴിഞ്ഞാൽ ഭോജരാജാവ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് ധാരാളം പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾക്ക് വേണ്ടി അപേക്ഷിക്കും. നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് മതത്തിൻ്റെ സന്ദേശങ്ങൾ പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സന്ദേശങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം, എങ്ങനെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യാസമഹർഷി പ്രവാചക തിരുമേനിയെക്കുറിച്ചും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെക്കുറിച്ചും ഇത്ര വ്യക്തമായി പഠിപ്പിച്ചത്? അത് ചിലപ്പോൾ ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലായേക്കാം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്കൊക്കെ ദിവ്യ വെളിപാടുകൾ ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതുപോലെ ദിവ്യ വെളിപാട് ലഭിച്ച ഒരു മഹാമനീഷിയായിരിക്കാം വ്യാസമഹർഷി. ഈ വരികളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ചിലർ ശ്രമിക്കാറുണ്ട്. എത്ര ശ്രമിച്ചാലും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് വ്യാസമഹർഷി പ്രവാചകനെയും പ്രവാചകന്റെ അനുയായികളെയും കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മഹാമത എന്ന പേര് മാത്രമല്ല, 10ഓളം ലക്ഷണങ്ങൾ വ്യാസമഹർഷി പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം മതവും ക്രൈസ്തവ മതവും ഹിന്ദു മതവും ഉൾപ്പെടെ ലോകത്തിലുള്ള മുഴുവൻ മതങ്ങളും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങളാണ് ഈ ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ലോകത്ത്
1,00,000-ൽ പരം പ്രവാചകന്മാർ വന്നതായി ഇസ്ലാം മതം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തോട് പറഞ്ഞത് ദൈവിക സന്ദേശങ്ങളായിരുന്നു. ഓരോ പ്രവാചകൻ പിന്നീട് വരാനിരിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. തോറയിൽ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് അഥവാ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈബിളിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പുരാണ ഗ്രന്ഥങ്ങളിലും മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞുപോയ മുൻകാല പ്രവാചകന്മാരെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സന്ദേശങ്ങളൊക്കെ വികലമാക്കപ്പെടാതെ ദുർവ്യാഖ്യാനിക്കപ്പെടാതെ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏതൊരു മതവിശ്വാസിയുടെയും ബാധ്യതയാണ്. ഈ ചെറിയ വീഡിയോയിലൂടെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വിനീതൻ നിർവഹിക്കുന്നത്.